പൊന്നിൻ പൊടിയേറ്റുമിന്നി തിളങ്ങുന്ന മണവാട്ടിയാണിന്നു ഭൂമി. ഒരു മണവാട്ടിയാണിന്നു ഭൂമി. ഹായ്, ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്. 1973 ജൂൺ 5 ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം ജൂൺ 5 ആണ് ആദ്യത്തെ വേൾഡ് എൻവിറോൺമെന്റ് ഡേ ആഘോഷിക്കുന്നത്. ഇതിന് ഇപ്പോൾ കൂടുതൽ പ്രസക്തിയേറി വരികയാണ്. കാരണം മറ്റ് ജീവജാലങ്ങളെല്ലാം പ്രകൃതിക്ക് എപ്പോഴും ഒരു സപ്പോർട്ടും അതുപോലെ സാന്ത്വനവുമാവുമ്പോൾ നമ്മൾ ഉൾപ്പെടെയുള്ള മനുഷ്യരുടെ ചെയ്തികൾ പലപ്പോഴും പ്രകൃതിക്ക് വിപരീതമായിട്ട് പോകുമ്പോൾ ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഏറ്റവും അടുത്തും ദൂരവ്യാപകമായിട്ടും സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് സ്റ്റോക്ക്ഹോമിൽ 1972 നടന്ന ആ ഒരു മീറ്റിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു വേൾഡ് എൻവിറോൺമെന്റ് ഡേ, പരിസ്ഥിതി ദിനം ആഘോഷിക്കാൻ തീരുമാനമെടുക്കുന്നത്. ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ലോഗൻ അല്ലെങ്കിൽ മുദ്രാവാക്യം എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്നത് പുട്ടിംഗ് ആൻ എൻഡ് ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ. അതാണ് ഏറ്റവും വലിയൊരു സ്ലോഗനായിട്ട് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നമുക്കറിയാം പ്ലാസ്റ്റിക്കിന്റെ പ്രത്യേകതകളും അതിൻ്റെ ദൂരവ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങളും അല്ലെ. നിങ്ങൾക്ക് അറിയാമായിരിക്കും, മരിയാന ട്രെഞ്ച് എന്ന് പറഞ്ഞൊരു കടലിടുക്കുണ്ട്. അതായത് പസഫിക് ഓഷ്യനിലെ മരിയാന ഐലൻഡ്സിൽ നിന്ന് ഏതാണ്ട് 200 കിലോമീറ്റർ മാറിയിട്ട് ഉള്ള ഒരു ഏറ്റവും ആഴമേറിയ, ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ, കടലിന് ഏറ്റവും ആഴമേറിയ സ്ഥലം എന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ ഏതാണ്ട് ദൂരം എന്ന് പറയുന്നത്, അതിന്റെ ആഴം എന്ന് പറയുന്നത് 11 കിലോമീറ്റർ എന്നാണ് പറയുന്നത്. ആളുകൾ പറയുന്നു മൗണ്ട് എവറസ്റ്റ് പോലത്തെ വലിയ കൊടുമുടികൾ അല്ലെങ്കിൽ വലിയ പർവ്വതം പോലും ആ ഒരു മറിയാന ട്രെഞ്ചിന്റെ ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും മുങ്ങിപ്പോകുന്നു. അപ്പൊ അതിന്റെ ആഴവും അതിന്റെ പരപ്പും ഒക്കെ എത്രയാണെന്ന് അറിയാലോ. നമ്മുടെ ഹോളിവുഡ് സംവിധായകനായിട്ടുള്ള ശ്രീ ജെയിംസ് കാമറൂൺ, അദ്ദേഹം ഒരിക്കൽ അവിടേക്ക് മുങ്ങിക്കപ്പലായിട്ട് പോയിട്ടുണ്ട്. അതിന്റെ ഡോക്യുമെന്ററി ഒക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതിലേറ്റവും അപകടകരമായിട്ടുള്ള ഒരു കണ്ടെത്തൽ അവിടെ വെച്ച് കണ്ടെത്തിയത്, ഇത്രയും സമുദ്രത്തിന്റെ ആഴത്തിൽ ഏറ്റവും അപകടം പിടിച്ച, നമ്മളൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഇല്ലാതായി പോകും. അത്രയും ഹൈ പ്രഷറിൽ 4 കിലോമീറ്റർ താഴെയാണ് കടലില് അറ്റ്ലാന്റിക്കില് ടൈറ്റാനിക് കിടക്കുന്നത്. അതിനും താഴേക്ക് ഇറങ്ങിയിട്ട് 11 കിലോമീറ്റർ താഴെ കിടക്കുന്ന അത്രയും പ്രഷറുള്ള, വാട്ടർ പ്രഷറുള്ള സ്ഥലത്തും അവിടെയൊക്കെ ചെന്നപ്പോൾ അവിടെ വരെയും ഒരു പ്ലാസ്റ്റിക് ബാഗ് കണ്ടെത്തി എന്ന് പറയുകയാണെങ്കിൽ എത്രത്തോളം ഭീകരമാണ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ പ്രപഞ്ചത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാമല്ലോ. അതിന്റെ വീഡിയോസ് ഒക്കെ ഈ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ പ്ലാസ്റ്റിക് നമുക്ക് ആവശ്യമാണെന്ന് വെച്ചാൽ ആവശ്യമാണ്, പക്ഷെ അത് ഉണ്ടാക്കുന്ന ഒരുപാട് പ്രത്യാഘാതങ്ങൾ, അവിടെ ഇവിടെയൊക്കെ ആവശ്യമില്ലാതെയൊക്കെ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകൾ നമ്മൾ ഒരുപാട് നമ്മുടെ സമൂഹം, നമ്മുടെ പ്രകൃതിയെ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, നശിപ്പിക്കുന്നുണ്ട്. പുതിയൊരു തലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ട്. ഇനിയൊരു തലമുറയ്ക്കും ഇവിടെ ജീവിക്കാൻ. നമ്മൾ അനുഭവിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ പൂർവികർ ചെയ്തു വെച്ചാണ്. നമ്മളെ കഴിക്കുന്ന ഭക്ഷണമായിക്കോട്ടെ, നമ്മൾ കഴിക്കുന്ന ഫലമൂലാദികള്, പ്ലാവായിക്കോട്ടെ, തെങ്ങായിക്കോട്ടെ, എല്ലാം നമ്മുടെ പൂർവികർ നട്ടു വളർത്തിയതാണ്. അതുപോലെ നമുക്കും ഈ ഒരു ഭൂമി, നമ്മുടെ കാലശേഷവും ഈ ഭൂമി ഇതേപോലെ തന്നെ പച്ചപ്പായിട്ട് നിൽക്കാനായിട്ട് പറ്റുന്ന അത്രയും പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട്, പറ്റുന്ന അത്രയും ഗ്രീൻ കൾട്ടിവേഷൻ, നല്ല നല്ല സസ്യലതാദികള്, വൃക്ഷങ്ങളൊക്കെ നല്ല രീതിയിൽ മനുഷ്യന് ഉപകാരമുണ്ടാക്കുന്ന രീതിയിൽ ശരിക്കും അതൊക്കെ നട്ടുകൊണ്ടും ഈ ഭൂമിയെ വീണ്ടും ഒരു ഹരിത സ്വർഗമാക്കി മാറ്റാം. അപ്പോൾ എല്ലാവർക്കും വളരെ വിജ്ഞാനപ്രദമായ, അതേപോലെ സേവന നിർഭരമായ ഒരു പരിസ്ഥിതി ദിനം ആശംസിക്കുന്നു. ജയകൃതേ. പ്രകൃതീശ്വരി നിന്റെ ആരാധകൻ, ഞാനൊരാസ്വാദകൻ, അന്ധവനഗായകൻ. പ്രകൃതീശ്വരി നിന്റെ ആരാധകൻ, ഞാനൊരാസ്വാദകൻ, അന്ധവനഗായകൻ. 7 നിറങ്ങളിൽ നിൻ ചിത്രങ്ങൾ, 7 സ്വരങ്ങളിൽ എൻ ഗാനങ്ങൾ. പ്രകൃതീശ്വരി നിന്റെ ആരാധകൻ, ഞാനൊരാസ്വാദകൻ, അന്ധവനഗായകൻ.
കണ്ണൻ ചിരട്ടയിൽ സ്വർണം നിറച്ചിട്ട് കണ്ണും തുളച്ചങ്ങുയർത്തിപ്പിടിക്കുന്നു സൂര്യൻ. ഓ സൂര്യൻ, പൊന്നിൻ പൊടിയേറ്റുമിന്നിത്തിളങ്ങുന്ന മണവാട്ടിയാണിന്നു ഭൂമി. ഒരു മണവാട്ടിയാണിന്നു ഭൂമി. പൊന്നിൻ പൊടിയേറ്റുമിന്നിത്തിളങ്ങുന്ന മണവാട്ടിയാണിന്നു ഭൂമി. ഒരു മണവാട്ടിയാണിന്നു ഭൂമി. പ്രകൃതീശ്വരി നിന്റെ ആരാധകൻ, ഞാനൊരാസ്വാദകൻ, അന്ധവനഗായകൻ. ആനന്ദ ചിന്തുമായി പാരിജാതത്തിന്റെ നെഞ്ചിൽ തുളുമ്പുന്ന പൂന്തേൻ നുകരുന്ന വണ്ടേ, ഓ വണ്ടേ. ഈ ഗാനമായി ഒരു ഗാനമായി ഇനിയുള്ള ജന്മവും ഈ ഗ്രാമഭംഗിയും ഒരു ഗാനമായി ഞാൻ വിടരും. വീണ്ടും ഒരു ഗാനമായി ഞാൻ വിടരും. പ്രകൃതീശ്വരി നിന്റെ ആരാധകൻ, ഞാനൊരാസ്വാദകൻ, അന്ധവനഗായകൻ. ഏഴു നിറങ്ങളിൽ നിൻ ചിത്രങ്ങൾ, ഏഴു സ്വരങ്ങളിൽ എൻ ഗാനങ്ങൾ. പ്രകൃതീശ്വരി നിന്റെ ആരാധകൻ, ഞാനൊരാസ്വാദകൻ, അന്ധവനഗായകൻ. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനുമെന്ന ആ സിനിമയിലെ മനോഹരമായിട്ട് കലാഭവമണിക്കൊക്കെ ഒരുപാട് അദ്ദേഹത്തിന്റെ അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ച ഒരു സിനിമയാണ്. അപ്പോൾ അതിലെ പാട്ടാണിത്. അപ്പോൾ എല്ലാവർക്കും ഒരു മനോഹരമായിട്ടുള്ള പരിസ്ഥിതി ദിനം, വിജ്ഞാനപ്രദമായ, വിവേകപൂർണമായ, അതേപോലെ സേവന നിർഭരമായിട്ടുള്ള ഒരു പരിസ്ഥിതി ദിനം ആശംസിക്കുന്നു. ജയ ഗുരുദേവ്.